ഇതിലിപ്പോ ഏതാ കോട്ടപ്പുറ ഹൗസ് നമ്പർ 2? ആ, ചോദിച്ചു നോക്കാം. മോനെ മോനെ ഈ കോട്ടപ്പുറം ഹൗസ് നമ്പർ 2 ഇതിലേതാ? ആ ആ അതോ ഇതാ ചേട്ടാ. ഒരു മൈഥിലി മേനോൻ ഇവിടുത്തെ കുട്ടിയല്ലേ? ആ പിന്നെ ഇവിടുത്തെ കുട്ടിയാ. അവള് എന്റെ സിസ്റ്ററാ. ആ ശരി, എന്നാ മൈഥിലി മേനോനെ ഒന്ന് വിളിക്ക. ആ കുട്ടിക്ക് ഒരു രജിസ്റ്റേർഡ് ഉണ്ട്. ആ രജിസ്റ്റേർഡോ? എന്തിന്റെയാ ചേട്ടാ? ഇതാ കുട്ടിയുടെ പാസ്പോർട്ടാണ്. എന്നാ പിന്നെ എന്റെ കയ്യിലോട്ട് തന്നിക്ക് ചേട്ടാ, ഞാൻ കൊടുത്തേക്കാം. അത് പറ്റില്ല, രജിസ്റ്റേർഡ് ആണ്. വന്ന് ഒപ്പിട്ട് മേടിക്കാൻ പറ. ഓ ഇങ്ങനെ ഇടങ്ങേറാണല്ലോ, നീ എന്താ ചെയ്യുന്നേ? മോനെ എളുപ്പം വിളിക്ക്, എനിക്ക് ഒത്തിരി സ്ഥലത്ത് പോവാനുണ്ട്. ആ അതായത് ചേട്ടാ, അത് മൈഥിലി മേനോനല്ലേ? ആ അതെ, എളുപ്പം വിളിക്ക്. അത് ചേട്ടാ, എന്റെ പെങ്ങക്ക് ഇന്നലെ രാവിലെ തൊട്ട് കണ്ണ് സുക്കേട്, കണ്ണ് ചുവന്ന് പഴുത്ത് അളിഞ്ഞിരിക്ക. ഈ അവസ്ഥയില് എന്റെ തന്നാ ഞാൻ കൊടുത്തോളാം. അങ്ങനെ തരാൻ പറ്റില്ല, മൈഥിലി തന്നെ വരണം. അയ്യോ അങ്ങനെ പറയല്ലേ ചേട്ടാ, എന്റെ പെങ്ങക്ക് ഇത് കിട്ടിയിട്ട് വേണം പുറത്തോട്ട് പഠിക്കാൻ പോവാൻ. ചേട്ടൻ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം പ്ലീസ്. എന്റെ പെങ്ങൾ ഇത് കിട്ടിയില്ലെങ്കിൽ. മോനെ അത് പിന്നെ ഇപ്പോ. അയ്യോ ചേട്ടാ പ്ലീസ് ചേട്ടാ. അത് പിന്നെ മോനെ, ഞാനിത് തന്നാ എനിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടായാല് എന്റെ ജോലി തെറിക്കുന്ന കേസാ. ചേട്ടന്റെ ജോലിക്ക് ഒരു പ്രശ്നമില്ലാതെ ഞങ്ങൾ നോക്കിക്കോളാം ചേട്ടാ. സത്യത്തില് മോന്റെ പെങ്ങള് തന്നെയാണോ അത്? അയ്യോ അതെ ചേട്ടാ, അവൾ എന്റെ സ്വന്തം പെങ്ങള് തന്നെയാ. എന്നാലും മോനെ എനിക്കങ്ങനെ തരാനൊന്നും പറ്റത്തില്ല. ഏത് ചേട്ടന്റെ പോക്കറ്റിൽ വെച്ചോ, എന്നിട്ട് അത് താ. അല്ല അത് എന്താ, അത് കുറഞ്ഞു പോയോ? എന്നാ ഇതൂടെ വെച്ചോ, ആരും അറിയത്തില്ല, ചേട്ടന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്നാ പിന്നെ ഇതാ പാസ്പോർട്ട്, ഇവിടെ ഒന്ന് സൈൻ ചെയ്തേക്ക്. സത്യത്തിൽ മാധവിനും ഇതിന്റെ കൂട്ടത്തില് ഒരു കഥ പറയാനുണ്ട്. ഒരു 3 വർഷം മുമ്പ്, ശരിക്കും പറഞ്ഞാൽ മാധവ് 10th സ്റ്റാൻഡേർഡിലും മൈഥിലി 9th സ്റ്റാൻഡേർഡിലും പഠിക്കുന്ന സമയം. മാധവിന് 10th ബോർഡ് എക്സാം തുടങ്ങി. എക്സാമിന്റെ തലേദിവസം രാത്രിയിൽ മാധവ് തകൃതിയായി പഠിക്കുന്ന സമയം. അപ്പോൾ തന്നെ മൈഥിലിക്ക് പടക്കം പൊട്ടിക്കണം. അവളുടെ അച്ഛൻ കുറെ എതിർത്തെങ്കിലും അമ്മ അപ്പോൾ തന്നെ വാങ്ങിക്കൊടുത്തു. സത്യം പറഞ്ഞാൽ പടക്കം പൊട്ടിക്കണമെന്ന ആഗ്രഹമൊന്നും മൈഥിലിക്കില്ലേലും പഠിക്കുന്ന മാധവിനെ എങ്ങനെയെങ്കിലും ശല്യപ്പെടുത്തണം, അത് മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം. പക്ഷേ കളി കൈവിട്ടുപോയി. പടക്കം കൂട്ടത്തോടെ പൊട്ടിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പടക്കം തെറിച്ച് റോക്കറ്റ് പറക്കുന്ന വേഗത്തില് അത് മാധവിന്റെ മുറിയിൽ ചെന്ന് വീണു. എക്സാം കഴിഞ്ഞ് ആഘോഷിക്കാനും പിന്നെ രാത്രിയിൽ പടക്കം പൊട്ടിച്ച് സ്വന്തം അപ്പച്ചയും കുടുംബത്തിന്റെ ഉറക്കം കളയാനും മാധവും ആരും അറിയാതെ കുറച്ച് പടക്കം റൂമിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. മൈഥിലി പൊട്ടിച്ച പടക്കം നേരെ ചെന്ന് വീണത് മാധവിന്റെ റൂമിൽ സൂക്ഷിച്ച പടക്കത്തിലായിരുന്നു. പിന്നൊന്നും പറയണ്ടല്ലോ, മുറി മുഴുവനും ചറപറാന്ന് പടക്കം പൊട്ടാൻ തുടങ്ങി. സത്യത്തിൽ ഇത് മൈഥിലി തമാശയ്ക്ക് ചെയ്തതാണെങ്കിലും കളി കൈവിട്ടുപോയി. പെട്ടെന്നായതിനാൽ മാധവിന് ഓടാൻ സാധിച്ചില്ല. 2 കൈയും കാലും തീ വീണ് നല്ലവണ്ണം പൊള്ളി. പിറ്റേന്ന് മുതലുള്ള 10th ബോർഡ് എക്സാം എഴുതാൻ മാധവിനും സാധിച്ചില്ല. ഇതിന്റെ പേരിൽ പോലീസ് കേസ് ആയെങ്കിലും പടക്കം പൊട്ടിച്ച മൈഥിലിയും ആരും അറിയാതെ ഇത്രയും പടക്കം മുറിയിൽ സൂക്ഷിച്ച മാധവും തെറ്റുകാരായതിനാൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കൈക്കൂലിയുടെ ബലത്തിൽ അത് ഒത്തുതീർപ്പാക്കി കളഞ്ഞു. അങ്ങനെയാണ് മാധവിന്റെ ഒരു വശം പോയത്. അപ്പൊ പിന്നെ മാധവ് ഇപ്പൊ ഇങ്ങനെ ചെയ്തതില് പ്രത്യേകിച്ച് അതിശയമൊന്നുമില്ലല്ലോ അല്ലേ? നിങ്ങൾ തന്നെ പറ. പാസ്പോർട്ട് ഇല്ലാതെ നീ എങ്ങോട്ടാ പറക്കുന്നേന്ന് എനിക്കൊന്ന് അറിയണം. നീ കാരണം പഠിത്തത്തിന്റെ ഒരു വർഷം എൻ്റെ പോയി. അതിന് നിന്നോട് ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാടി?
നീ എവിടെയും പോണ്ട. നിന്നെ നിന്നെ എനിക്ക് ഇവിടെ വേണം. മാളു, എങ്ങനെയുണ്ട് ഓസ്ട്രേലിയൻ ലൈഫ്? ആ, കുഴപ്പമില്ലമ്മ. നിനക്ക് മടുത്താടാ? അങ്ങനെയെങ്കിൽ നമുക്ക് MBA കേരളത്തിൽ എവിടെയെങ്കിലും ചെയ്യാം. ഏയ് വേണ്ടച്ചാ, ഓസ്ട്രേലിയ തന്നെയാ നല്ലത്. ആഹാ, അത് കൊള്ളാലോ. നിന്റെ ഇഷ്ടം പോലെ. അമ്മ, എൻ്റെ റിസൾട്ടൊക്കെ വന്ന് ന്യൂ അഡ്മിഷനും ഇനി ചേർന്നിട്ട് അവിടെ MBAയുടെ ക്ലാസ് തുടങ്ങും. അതുവരെ ഞാൻ ഇവിടെ ഏതെങ്കിലും കമ്പനിയിൽ ജസ്റ്റ് ട്രെയിനിങ്ങിന് പൊയ്ക്കോട്ടെ. അതെന്തിനാ നീ ഇപ്പോ വേറെ ഏതെങ്കിലും കമ്പനിയിൽ പോകുന്നേ? നമ്മുടെ ഏതെങ്കിലും സ്ഥാപനത്തിൽ കയറിയാ പോരെ? അത് വേണ്ടമ്മ, ട്രെയിനിങ്ങിന് അവിടെ വന്നാൽ അത് ശരിയാവില്ല. എൻ്റെ ഫ്രണ്ട് അവളുടെ അങ്കിളിൻ്റെ കമ്പനിയിലാണ് പോകുന്നത്. അവൾ എന്നെ വിളിച്ചിട്ടുണ്ട്. അതാകുമ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാമല്ലോ. അത് വേണ്ട മാളു, അതൊന്നും. അവള് പോട്ടേടോ, നീ പോയിക്കോ മാളു. വെറുതെ വീട്ടിലിരിക്കുന്നതിൽ നല്ലതല്ലേ. കുഞ്ഞി, അയ്യോ, എന്റെ ഇച്ചൂച്ചി ഇങ്ങനെ അടുത്ത് കിട്ടിയിട്ട് എത്ര നാളായി. ഓ, ഇത്ര സ്നേഹം ഉണ്ടായിട്ടാ എന്നെ വിളിക്കാൻ കൂടെ വരാഞ്ഞ? അപ്പോ അമ്മയൊന്നും പറഞ്ഞില്ലേ? ഇന്നോ നാളെ എന്റെ പാസ്പോർട്ട് കിട്ടുമെന്ന് പറഞ്ഞു. വീട്ടിൽ തന്നെ വേണമെന്ന് ഓർഡർ ഇട്ടിട്ടാ അമ്മ പോയെ. അല്ലെങ്കിൽ പിന്നെ എന്റെ ഇച്ചേച്ചിയെ വിളിക്കാൻ ഞാനല്ലേ ആദ്യം എത്തുന്നേ. എന്നിട്ട് നിനക്ക് പാസ്പോർട്ട് കിട്ടിയോ? ഓ, എവിടുന്ന്? പോസ്റ്റ്മാനെ നോക്കിയിരുന്ന് എന്റെ കണ്ണ് കഴിച്ചു. ഇനിയിപ്പോൾ നാളെ ആയിരിക്കും അങ്ങേരുടെ വരവ്. അപ്പോൾ നീയും പോകാൻ തീരുമാനിച്ചല്ലേ? സത്യത്തിൽ ഇത് നിന്റെ തീരുമാനമാണോ അതോ എന്നെ ഇവിടുന്ന് നിർബന്ധിച്ച് അമ്മ പറഞ്ഞു വിട്ടുപോലെ നിന്നെ വിടുവാണോ? ഏയ്, ഇത് എൻ്റെ തീരുമാനമായി ചേച്ചി. എനിക്ക് പോണം, പോയേ മതിയാവും. കുഞ്ഞി, സത്യത്തിൽ എന്താ നിന്റെ മനസ്സിൽ? എന്ത്? അല്ലേലും ഇവിടെയൊക്കെ എൻ്റെ ഇരിക്കുന്ന എൻ്റെ ചേച്ചി. അവിടെ ചെന്നിട്ട് വേണം എൻ്റെ ലൈഫ് ഒന്ന് എനിക്കൊന്ന് എൻജോയ് ചെയ്യാൻ. സത്യത്തിൽ ഇങ്ങനെ വഴക്കിട്ട് എനിക്ക്. മാളു, നീ ഇവിടെ നിൽക്കുന്നേയുള്ളോ? എന്റെ കുഞ്ഞി, അവൾ പോയി കുളിക്കട്ടെ. പാവി ഇത്രയും ദൂരം യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നല്ലേ. നല്ല വിശപ്പും കാണും. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പോലും ഒന്നും കഴിച്ചിട്ടില്ല. അല്ലേലും പണ്ടോട്ടെ ഈ ചേച്ചിക്ക് മാധവിയമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമാണല്ലോ ഇഷ്ടം. നീ എളുപ്പം പോയി കുളിച്ചിട്ട് വാ മാളു. എന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. എത്ര നാളായി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട്. ആ അമ്മേ, ദേ ഇപ്പൊ വരാം. കുഞ്ഞി, നീ ഒന്ന് വന്നേ. നാളെ എന്തായാലും പാസ്പോർട്ട് കിട്ടും. പോകുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറേഞ്ച് ചെയ്യാനുണ്ട്. ഇനി അധികം സമയമില്ല. നീ വന്നേ. അച്ഛനും അമ്മയും കുഞ്ഞിയൊക്കെ
പുറത്തു പോയോ മാധവിയമ്മ? ആ പോയി മോളെ. ആ ഓക്കെ, എന്നാൽ ഞാൻ കുറച്ച് നേരം പോയി കിടക്കട്ടെ, നല്ല തലവേദന. ഇത്രയും ദൂരം യാത്ര ചെയ്തതിൻ്റെ ആവും മോളെ. ഒന്ന് ഉറങ്ങിക്കഴിയുമ്പോൾ തലവേദന മാറിക്കോളും. ആ എന്നാ പിന്നെ കാണാം മാധവിയമ്മ. മാസി, മാസി നിക്ക്. എന്തിനാ മാസി എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? എത്ര നാളായിട്ട് ഞാൻ നിന്റെ പുറകെ നടക്കുക. എന്നെ ഇനി നോക്കെങ്കിലും ചെയ്തൂടെ നിനക്ക്? ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? നമ്മുടെ വീട്ടുകാരുടെ വാശിക്ക് ഇല്ലാതാവുന്നത് നമ്മളാ. അത് നീ ഓർത്തിട്ടുണ്ടോ? മാസി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. പ്ലീസ്, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക, ദയവ് ചെയ്ത് എന്നെ ഇനി മാസിന്ന് വിളിക്കരുത്. അങ്ങനെ വിളിച്ചോണ്ട് എൻ്റെ പുറകെ വന്ന് ശല്യം ചെയ്യരുത്. നിങ്ങളുടെ മാസി 8 വർഷം മുമ്പ് മരിച്ചുപോയി. മാസി, നിങ്ങൾ കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ കുറച്ച് ദിവസമെങ്കിലും സ്വസ്ഥമായിട്ട് നിന്നോട്ടെ. അത് കഴിഞ്ഞ് ആരുടെയും കൺവെട്ട് കൂടെ വരാതെ ഞാൻ പൊയ്ക്കോളാം. പ്ലീസ് മാസി, ഞാനൊന്ന് പറയട്ടെ. മഹിയേട്ടാ. അയ്യോ പതുക്കെ, ആ 2 കുറിപ്പുകളും ഉറങ്ങിയിട്ടില്ല, അവിടെ ഉണ്ട്. അത് ശരി, കുഞ്ഞ് അവിടെ ഉണ്ടല്ലേ. അമ്മ ഇവിടെ ഉറക്കം കെടുത്തിട്ട് നേരെ താഴേക്ക് പോയതാ. അപ്പോഴേക്കും അവള് പാലം കിടന്നു. അത് പിന്നെ നിനക്കറിയാലോ, ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും കളിക്കുമ്പോഴും പഠിക്കുമ്പോഴും എല്ലാവർക്കും 2 പേർക്കും ഒരുമിച്ച് തന്നെ വേണം. കണ്ടില്ലേ, ബർത്ത്ഡേ പോലും ഒരു ദിവസം ആയതുകൊണ്ട് ഒരുമിച്ച് 2 പേർക്കും കൂടെ ആഘോഷിക്കാം. അല്ല മഹിയേട്ടാ, ഇനി നമ്മളെ പോലെ അവരും ആരും അറിയാതെ. എന്റെ മാളുവോ, അവരിപ്പോ കൊച്ചു കുട്ടികളല്ലേ, അവര് വലുതാവട്ടെ, അപ്പൊ അവര് തന്നെ തീരുമാനിച്ചോളൂ. ഇപ്പൊ എന്താ വിളിച്ചേ? മാളുന്നോ? അങ്ങനെ അല്ലല്ലോ, ആരും അടുത്തില്ലാത്തപ്പോ എന്നെ വിളിക്കുന്നേ. പിന്നെന്താ? ദേ ചുമ്മാ കളിക്കല്ലേ, എന്നെ മാസിന്ന് വിളിച്ചാ മതി. എനിക്കതാ ഇഷ്ടം. എന്റെ മാസി, പതുക്കെ പറ, അവര് കേക്കും. 2നും നല്ല ചെവിയാ. അതെ മഹിയേട്ടാ, ഇന്നലെ കുഞ്ഞ് എന്നോട് ചോദിക്കുക ആരാ ഈ മാസിന്ന്. അവൾ എവിടുന്നാ ഇത് കേട്ടേന്ന് എനിക്കറിയില്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ഒഴിവായി. ആ സൂക്ഷിച്ചോ, അവൾ അറിഞ്ഞാ മനു അറിയും. മനു അറിഞ്ഞാ പിന്നെ പറയണ്ടല്ലോ, അനു അപ്പച്ചിയുടെ വാലാവൻ. അപ്പച്ചി എപ്പോ അറിഞ്ഞെന്ന് ചോദിച്ചാ മതി. അല്ലെങ്കിലും അമ്മയ്ക്ക് മഹിയേട്ടനെയും മനുവിനെയും കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങളെല്ലാവരും. അനുവമ്മ അവരൊക്കെ നമ്മുടെ കാര്യം അറിയുന്നതിന് കുഴപ്പമൊന്നുമില്ല, അവർക്ക് സന്തോഷമാകത്തേ ഉള്ളൂ. എന്നാൽ ഇപ്പൊ വേണ്ട, നമ്മുടെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് അവരറിഞ്ഞാൽ മതി. അതുവരെ നമുക്കിങ്ങനെ ഒളിച്ചും പാത്തും പ്രേമിക്കാം, അല്ലേ? സൂസമ്മ, ഇന്ന് തന്നെ പോണോ? നാളെ പോയാ പോരെ? പറ്റത്തില്ല, ഇന്ന് തന്നെ പോണം. സൂസമ്മോ, കഷ്ടമുണ്ട്. ഞാൻ നാളെ കഴിഞ്ഞു പൊക്കോളാം. പറ്റത്തില്ല എന്ന് പറഞ്ഞില്ലേ, നീ ഇന്ന് തന്നെ പോയിക്കോ. ശങ്കരേട്ടൻ നിന്നെ കൊണ്ടുവിട്ടോളൂ. എന്നാ പിന്നെ ഒരു കാർ എനിക്ക് മേടിച്ചു തന്നിരുന്നെങ്കിൽ ഞാൻ ദിവസം പോയി വന്നേനെ. അയ്യോ വേണ്ട, നീ അങ്ങ് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചേച്ചാ മതി. എന്നാലും ഒരു കാറ്. ആദ്യം എന്റെ പൊന്നുവും പോയി പഠിക്കും. ഫസ്റ്റ് എന്റെ ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പൊ 1 മാസം കഴിഞ്ഞു. അതിലൊരു 15 ദിവസം അവൻ ഇവിടെ തന്നെയായിരുന്നു. നിന്നെ അവിടെ കൊണ്ട് ചേർത്തത് ഇങ്ങനെ തേരപ്പാര നടക്കാനല്ല. അതിനവിടെ പഠിപ്പിക്കാനൊന്നും തുടങ്ങിയില്ല സൂസമ്മ. ദേ ചെറുക്ക, കോളേജ് പ്രൊഫസറായ എന്റെ അടുത്ത് വേണ്ട നിന്റെ ഇമ്മാതിരി കളത്തരം. മര്യാദയ്ക്ക് പൊയ്ക്കോ. ഇതെന്തിനാ ഇത്രയും ഡ്രസ്? ഞാൻ അടുത്ത ആഴ്ച ഇങ്ങ് വരത്തില്ലേ? വേണ്ട, 2 ആഴ്ച കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നേച്ചാ മതി. അതെന്താ? 2 ആഴ്ച കഴിഞ്ഞാ അപ്പുറത്തെ വീട്ടിലെ ആ നത്തോലി പെണ്ണങ്ങ് രാജ്യം വിട്ടു പോവല്ലോ അല്ലേ? ദാ മനു, ഇപ്പൊ ഞാൻ പോവാം. പക്ഷെ അവളെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ അടുത്ത ആഴ്ച വരും. പപ്പി,
അപ്പുറത്തെ വീട്ടിൽ അവനോട് എങ്ങനെ നീ സംസാരിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞ. അയ്യോ ഇല്ല മനുവേട്ടാ. വാവ്, ഇന്ന് എന്റെ അനുപമ സുന്ദരിയായിട്ടുണ്ട്. അല്ലേലും എന്റെ ഭാര്യ സുന്ദരി തന്നെയാ. ഓ ആയിക്കോട്ടെ, വരവ് വെച്ചിരിക്കുന്നു. വേണു, ഇവരും കൂടെ വേണമായിരുന്നു അവാർഡ് ഫംഗ്ഷന്. അതിപ്പോ നമ്മുടെ ആഗ്രഹം പോലെ അല്ലല്ലോ, അതിന്റെ സംഘാടകരുടെ സമ്മതിക്കണ്ടേ. തന്റെ കൂടെ ഒരാൾക്കേ എൻട്രി ഉള്ളൂ. അത് സാരില്ല അമ്മേ, നിങ്ങൾ പോയിട്ട് വാ. അതെ, പോയിട്ട് വരുമ്പോ ട്രീറ്റ് കൂടെ കൊണ്ടുവരണം. ഒരു ഫാമിലി പാക്ക് തന്നെ ആയിക്കോട്ടെ. Now it's time to announce the best entrepreneur of this year, and the awards goes to Congrats, my dear. the best entrepreneur of 2023 award goes to Mr. Anirudh Menon, the CEO of Madhavam Groups. Everyone, please welcome Mr. Anirudh Menon.